ഭക്തിനിർഭരമായ കാത്തിരിപ്പിന് വിരാമം. ചരിത്രപ്രസിദ്ധമായ അരൂർ വട്ടകേരിൽ ശ്രീ ഖണ്ഡാകർണ ക്ഷേത്രത്തിൽ തിരുവോത്സവത്തിന് ഗന്ധർവസ്വാമിക്ക് പള്ളിക്കാപ്പ് ചാർത്തലോടുകൂടി ആരംഭം കുറിക്കുന്നു. 1201 ആണ്ടിലെ ഈ പുണ്യ മഹോത്സവം 2026 മാർച്ച് 4 മുതൽ 8 വരെ നടക്കുന്നു. 5 നാളുകൾ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ: ഗന്ധർവക്കളം, സർപ്പക്കളം, മഹാദീപാരാധന, മറിവിളക്കെഴുന്നള്ളിപ്പ്, പ്രൗഢഗംഭീരമായ 27ഓളം ഗരുഡ വാഹനം എഴുന്നള്ളിപ്പ്, വർണ്ണാഭമായ താലപ്പൊലി, അങ്ങനെ വിശേഷപ്പെട്ട ചടങ്ങുകളാൽ അരൂർ ഭക്തിസാന്ദ്രമാകും. കൂടാതെ മാർച്ച് 15-ന് ഐശ്വര്യദായകമായ 7ാം പൂജയും വട്ടകേരിൽ ശ്രീ ഖണ്ഡാകർണ സ്വാമിയുടെയും ശ്രീ ഭദ്രകാളി അമ്മയുടെയും അനുഗ്രഹം തേടി നമുക്കൊന്നിക്കാം. ഭക്തിയും കലയും ഒത്തുചേരുന്ന ഈ മഹാമഹത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. യേശുദാസിന്റെ വീട് മ്യൂസിയം ആക്കുന്നത് ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് വീടിന്റെ ഉടമ CA നാസർ. ഗായകൻ KJ യേശുദാസിന്റെ വീട് സംഗീത മ്യൂസിയമാക്കുന്നതിന് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് വീടിന്റെ ഇപ്പോഴത്തെ ഉടമസ്ഥൻ CA നാസർ പറഞ്ഞു. യേശുദാസിന്റെ വീട് സംഗീത മ്യൂസിയമാക്കുമെന്ന് കോർപ്പറേഷന്റെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് പത്രത്തിലൂടെയാണ് അറിഞ്ഞതെന്നും കോർപ്പറേഷൻ അധികൃതരുമായി ചർച്ചകൾ നടത്തിയിട്ടില്ലെന്നും നാസർ പറഞ്ഞു. ദാസേട്ടനെ ഇഷ്ടപ്പെടുന്നവരും ആരാധിക്കുന്നവരുമായ കുറേ ആളുകളുടെ സഹായവും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വളരെ നല്ലൊരു മ്യൂസിയം ഇവിടെ കെട്ടിപ്പടുക്കാനാവുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ആധുനിക രീതിയിൽ നല്ല എല്ലാവർക്കും വന്ന് കണ്ട് ആ ഒരു ഓർമ്മകൾ പങ്കുവെക്കാനൊക്കെ പറ്റും. മ്യൂസിക് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാവരുമായി ചേർത്ത് എങ്ങനെ ചെയ്യണം, ഏത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് ബഹുമാനപ്പെട്ട മേയർക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയത് വലിയൊരു കാര്യമൊക്കെ തന്നെയാണ്. അവരൊക്കെ അങ്ങനെ തോന്നുന്നതിന് മുമ്പേ ഞാൻ വളരെ കാലം കൊണ്ട് അങ്ങനെ ഒന്ന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഒരു സ്പേസ് മുകളിൽ കണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോൾ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട മേയറുടെ സപ്പോർട്ടും ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു മ്യൂസിയം കെട്ടിപ്പടുത്താനാണ്. അപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹം അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ 10-25 വർഷമായി ഇത് നിലനിർത്തി വരുന്നത്. ഈ മാവൊക്കെ നിർത്താനായിട്ട് കുറേ ലോകം ആരാധിക്കുന്ന ഗായകന് ജന്മനാടിന്റെ ഉചിതമായ ആധാരമെന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ വീട് സംഗീത മ്യൂസിയമാക്കാൻ കോർപ്പറേഷൻ ബഡ്ജറ്റിൽ നിർദ്ദേശിച്ചതെന്ന് മേയർ VK മിനിമോൾ പറഞ്ഞു. ഇത് സംബന്ധിച്ച് വീടിന്റെ ഇപ്പോഴത്തെ ഉടമസ്ഥനുമായി ചർച്ചകൾ നടത്തും. വീട് ഏറ്റെടുക്കാൻ സർക്കാരിനോടും ആവശ്യപ്പെടുമെന്നും മേയർ പറഞ്ഞു. 25 വർഷം മുൻപാണ് വീട് വിലയ്ക്ക് വാങ്ങിയതെന്ന് നാസർ പറഞ്ഞു. യേശുദാസിന്റെ വീടെന്ന നിലയിൽ ആ ഓർമ്മ നിലനിർത്തുന്ന വിധം നവീകരിക്കുകയും ഹൗസ് ഓഫ് യേശുദാസ് എന്ന പേരിൽ ഹോട്ടലാക്കുകയും ചെയ്തു. യേശുദാസിന്റെ അമ്മ നട്ട മാവ് മുറിച്ച് കളയാതെ വീടിനുള്ളിൽ തന്നെ സംരക്ഷിക്കുന്ന വിധത്തിലാണ് കെട്ടിടം രൂപകൽപ്പന ചെയ്തതെന്നും നാസർ പറഞ്ഞു. വീട് മ്യൂസിയമാക്കുന്നതിനെ സംബന്ധിച്ച് കെട്ടിട ഉടമയുമായി ചർച്ചകൾ നടത്തിയിട്ടില്ല എന്നും ഡിവിഷൻ കൗൺസിലർ ഷൈനി മാത്യു വ്യക്തമാക്കി. അതേസമയം യേശുദാസിന് ആധാരമായ സംഗീത മ്യൂസിയവും ഗന്ധർവ സംഗീത വീതിയും ഒരുക്കുമെന്ന കോർപ്പറേഷന്റെ പ്രഖ്യാപനത്തെ സംഗീതാസ്വാദകർ സ്വാഗതം ചെയ്യുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.